കേരളത്തിന്റെ സ്കോർ 0.77 രാജ്യത്തിന്റെ സ്കോർ 0.56. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇൻഡെക്സിൽ കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2022 സ്റ്റേറ്റ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ 30 പരിഷ്കരണ മേഖലകളിൽ 9 എണ്ണത്തിൽ കേരളത്തെ ടോപ്പ് അച്ചീവറായി തെരഞ്ഞെടുത്തു. തൊഴിൽ സേനയിലെ സ്ത്രീ പങ്കാളിത്തം 2021 32.3%. 23-24 അത് 36.4% ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിന്റെ സ്കോർ 65.2. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ്. ദേശീയ ശരാശരി 58.3. നമുക്കറിയാം, ലോകമാകെ സ്തംഭിച്ചുപോയ കോവിഡ് കാലത്ത് കേരളത്തിന്റെ പ്രതിരോധം ആഗോള മാതൃകയായി തന്നെ പ്രകീർത്തിക്കപ്പെട്ടു. അന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആ തോതിൽ അനുഭവിക്കേണ്ടി വന്നില്ല. ഇവിടെ കേരളം വ്യാവസായികമായി മുന്നേറില്ലെന്നും ഇവിടുന്ന് വ്യവസായങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നുമൊക്കെ ചിലര് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഉയർന്ന കൂലി ഇവിടുത്തെ ജനങ്ങളുടെ ജീവന നിലവാരവും മാനവ വികസന സൂചികയും ഉയർത്തി. അതേസമയം വ്യവസായ മേഖല നല്ല രീതിയിൽ ശക്തിപ്പെട്ടു വരികയും ചെയ്തു. 1980കളിൽ നമ്മുടെ രാജ്യത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം 52. കേരളത്തില് 66 ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇവിടെ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നുവെന്ന് യൂണിസെഫ് പഠനം പോലും വ്യക്തമാക്കിയതാണ്. ഇതെല്ലാം ഇടയാക്കിയത് ഒന്ന് ഭൂപരിഷ്കരണം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ നാടിന് നൽകിയ പിന്തുണ, അതിനിടയാക്കിയത് നേരത്തെ പറഞ്ഞ 1957 EMS സർക്കാർ സാർവത്രിക വിദ്യാഭ്യാസം, അതിന്റെ ഭാഗമായി കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു എന്നത്. അതിന്റെയൊന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ മാത്രമല്ല, സമൂഹത്തിന്റെ ആകെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാണ് ഇത്തരം നടപടികൾ ഇടയാക്കിയത്. അതുകൊണ്ടാണ് നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ കേരള മാതൃകയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസം, ഭൂപരിഷ്കരണം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന്റെ ബോധപൂർവമായ പൊതു ഇടപെടലുകൾ ഈ വിജയത്തിന് കാരണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ സാമൂഹിക പുരോഗതിയുടെ ആണിക്കല്ല് നാം കാണേണ്ടത് നവോത്ഥാന കാലത്തെ പിന്തുടർന്നുകൊണ്ട് നാം നടപ്പാക്കിയ, കേരളം തുറന്നു വന്ന നയസമീപനങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ സവിശേഷമായ
മതസൗഹാർദ്ദ പാരമ്പര്യം. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റിത്തീർത്തത്. അതിലൂടെ നാം ഒരു വലിയ ഐക്യനിരയെയാണ് കെട്ടിപ്പടുത്തത്. വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ ഈ ഐക്യത്തിന് നിർണായക പങ്കുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാരുടെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശങ്ങൾ കേരളത്തിന്റെ നയരൂപീകരണങ്ങളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ഇതാണ് ഈ നാടിന്റെ ശക്തിസ്തംഭം എന്നത് നാം തിരിച്ചറിയണം. നമ്മുടെ സഹോദരങ്ങളിൽ ആരും പട്ടിണി കിടക്കുകയോ കിടപ്പാടമില്ലാതെ അലയുകയോ ചികിത്സ കിട്ടാതെ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കേണ്ടതില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നേടിയിട്ടുള്ള ഈ നേട്ടം എല്ലാ കേരളീയർക്കും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല, ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിന്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പറയുകയുണ്ടായി 4 ലക്ഷത്തോളം ജനപ്രതിനിധികള്, ഉദ്യോഗസ്ഥര്, കുടുംബശ്രീ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഓരോ ജീവിതവും തൊട്ടറിഞ്ഞു. തന്റെ അയൽവാസി പട്ടിണിയിലാണോ എന്ന് മനസ്സിലാക്കി നടത്തിയ ബൃഹത്തായ ഒരു ജനകീയ പ്രക്രിയ. അതിലൂടെയാണ് ഈ യജ്ഞത്തിന് തുടക്കമിട്ടത്. ഇവിടെ ക്ലേശഘടകങ്ങളെപ്പറ്റി പറഞ്ഞു. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, വാസസ്ഥലം. ഇത് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ് ഇത്രയും 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഇവിടെ സാധാരണ നിലക്കുള്ള സാമ്പ്രദായിക രീതിയല്ല അംഗീകരിച്ചത്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേ സഹായം നൽകുന്ന സാമ്പ്രദായിക രീതിയുണ്ട്. അതിനു പകരം ഓരോ കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പുന്ന, അവരുടെ സവിശേഷ പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ഉറപ്പാക്കുന്ന ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള മൈക്രോ പ്ലാനുകളാണ് രൂപപ്പെടുത്തിയത്. ഇപ്പോ അസുഖം ബാധിച്ച് കിടപ്പിലായ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരമ്മയ്ക്ക് വേണ്ടത് പെൻഷൻ തുക മാത്രമല്ല, കൃത്യമായ സമയത്ത് മരുന്ന് വീട്ടിലെത്തുന്നു എന്ന ഉറപ്പാണ്. അത് നാം പാലിയേറ്റീവ് കെയർ വഴി ഉറപ്പാക്കി. ഒറ്റക്ക് താമസിക്കുന്ന, പാചകം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു വയോധികന് ആവശ്യമായിട്ടുള്ളത്
റേഷൻ കിറ്റല്ല, പാചകം ചെയ്ത ആഹാരമാണ്. അത് നാം ജനകീയ ഹോട്ടലുകൾ വഴി അവരുടെ വീട്ടിലെത്തിച്ചു. ഇങ്ങനെ ഓരോ കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പട്ടികയിലുള്ള ഒരു കുടുംബം പോലും ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടേണ്ടി വരുന്നില്ല എന്ന ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞു. 2022 ഏപ്രിൽ 1 മുതൽ ഇതാണ് അവസ്ഥ. ഇവിടെ പറഞ്ഞു 20,648 കുടുംബങ്ങൾക്കാണ് ആഹാരം ഉറപ്പാക്കിയത്. 2,210 കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണം വീട്ടിലെത്തിക്കുകയാണ്. റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഇതൊന്നുമില്ലാതെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അദൃശ്യമായി പോയ മനുഷ്യർക്ക് 21,263 അടിയന്തര സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കി അവരെ സംവിധാനത്തിന്റെ ഭാഗമാക്കി. 85,721 വ്യക്തികൾക്ക് ചികിത്സയും മരുന്നും നൽകി. 5,777 പേർക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നു. ഉജ്ജീവനം പോലുള്ള പദ്ധതികളിലൂടെ 4,394 കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായം നൽകി. സുരക്ഷിതമായ വീട് ഒരു സ്വപ്നമായിരുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നു. 5,400-ലധികം പുതിയ വീടുകൾ പൂർത്തിയാക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു. 5,522 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ആരും പിന്നിലാവരുത് എന്നത് ഒരു മുദ്രാവാക്യമായിരുന്നില്ല. അത് ഈ സർക്കാരിന്റെ നയപരമായ ഉറപ്പാണ്. അതിലുപരി ജനങ്ങളോടുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ്. ഇന്ന് ഈ കേരള പ്രവചനത്തിൽ ആ ഉറപ്പ് പാലിച്ചിരിക്കുന്നു എന്നതിൽ പരം അഭിമാനം എന്താണുള്ളത്? 2016 മുതൽ സർക്കാർ ക്ഷമയോടെയും നിശ്ചയദാർഢ്യത്തോടെയും നടപ്പാക്കി വരുന്ന സമഗ്രമായ ജനകീയ വികസന നയങ്ങളുടെ തുടർച്ചയും ഫലവുമാണ് ഈ നേട്ടം. 2016 അധികാരമേൽക്കുമ്പോൾ വികസന മരവിപ്പ് ബാധിച്ച കേരളത്തെയായിരുന്നു നാം കണ്ടിരുന്നത്. തകർന്ന റോഡുകൾ, തകരാനിരിക്കുന്ന പാലങ്ങൾ ഈ നാടിന്റെ പ്രതീകമായിരുന്നു. ദേശീയപാതാ വികസനം അസാധ്യമെന്ന് കണ്ട് ദേശീയപാത അതോറിറ്റി അതിന്റെ ഓഫീസ് അടച്ചുപൂട്ടി കേരളം വിട്ടു. 600 രൂപ മാത്രമായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസത്തോളം കുടിശ്ശികയായി. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. സർക്കാർ ആശുപത്രികൾ സൗകര്യങ്ങളും മരുന്നുകളുമില്ലാതെ പ്രതിസന്ധിയിൽ. വികസനവും വളർച്ചയും മുരടിച്ച് നാട് വിറങ്ങലിച്ചു നിന്ന അവസ്ഥ. ഓർക്കണം, നാം അവിടെ നിന്നാണ് തുടങ്ങിയത്. 2016 ക്ഷേമ പെൻഷൻ 600 രൂപ, 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തതിന് ശേഷം അന്ന് തൊട്ട് വർധനവ് 600 നിന്ന് പടിപടിയായി 1,600, ഇപ്പോൾ 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. 60 ലക്ഷം പേർക്കാണ് മുടങ്ങാതെ ഇത് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ പെൻഷന്റെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഏതെല്ലാം 45 രൂപ വെച്ച് 1980 നായനാർ സർക്കാർ തുടങ്ങിയതാണിത്. എന്നാൽ
പിന്നീട് വന്ന സർക്കാർ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. അതിൽ പിന്നീട് 45-60 ആക്കുന്നത് പിന്നീട് വന്ന നായനാർ സർക്കാരാണ്. പിന്നീടത് 120 പോയി, പിന്നീടത് 500 പോയി. ഇതെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകളായിരുന്നു. എന്നാൽ ആ 500 രൂപ ഉണ്ടായിരുന്ന ആ പെൻഷൻ 600 രൂപയാക്കി 100 രൂപ വർദ്ധിപ്പിക്കാൻ ആദ്യമായി 2011-16 കാലത്തുള്ള സർക്കാർ തീരുമാനിച്ചു. പക്ഷേ അത് കടലാസിലായിരുന്നു. ആ 600 രൂപയാണ് 18 മാസത്തെ കുടിശ്ശികയായി കടന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വീടുകളുടെ നില നോക്കിയാൽ 4,68,436 വീടുകളാണ് ലൈഫ് മിഷനിലൂടെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് ഓരോ കുടുംബത്തിന്റെയും സുരക്ഷിതത്വവും അന്തസ്സും വർദ്ധിപ്പിച്ച നടപടിയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികളാണ് പുതുതായി വന്നു ചേർന്നത്. 2021 അതിന്റെ കൃത്യമായ വളർച്ച ഉറപ്പാക്കി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 2 യൂണിവേഴ്സിറ്റികൾ A++ ഗ്രേഡിലാണ് നിൽക്കുന്നത്. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ റാങ്ക് പരിശോധിച്ചാൽ നമ്മൾ ആദ്യത്തെ 12 രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികളിൽ 3 കേരളത്തിലേതാണ്. അത് 9, 10, 11 കേരള, കൊച്ചി, ഗാന്ധി. 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന്റെ ഭാഗം കാണിക്കുന്നതാണ്. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. ഇത്തവണ വലിയ തോതിൽ അപേക്ഷ വർദ്ധിച്ചിരിക്കുന്നുവെന്ന്. ഇതെല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശാക്തീകരിക്കാൻ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ബോധപൂർവം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇതിന്റെ തുടർച്ചയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, കോഴ്സ് കഴിഞ്ഞവരും ഇപ്പോൾ പഠിക്കുന്നവരും, IT +2, ITI +2, ഡിപ്ലോമ, ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ടാവും. ജോലി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള യുവജനങ്ങൾക്ക് നാം വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഈ അടുത്ത ദിനം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് 5 ലക്ഷം യുവതി-യുവാക്കൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവര് ഇതിന് അർഹതയുള്ളവരായിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആർദ്രം മിഷനിലൂടെ നമ്മുടെ ആരോഗ്യരംഗം വലിയ തോതിൽ മാറി വരികയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന നില വന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക്
പ്രത്യേക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുന്നു. ഇവിടെ നമ്മുടെ സഹോദരിമാര്, വീട്ടിൽ ജോലിയെടുക്കുന്നവര്, ആ ജോലി സാധാരണഗതിയിൽ ഒന്നിനും കണക്കാക്കാറില്ല. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നൂതനമായ ഒരു പദ്ധതിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുകയാണ്. ഇന്നത്തോടുകൂടി അത് നടപ്പാകുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് 31,34,000 സ്ത്രീകൾ വരുമെന്നാണ് സർക്കാർ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ദേശീയപാതാ വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാവുകയും ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ മാർച്ചോടുകൂടി പൂർത്തിയാക്കാനാവണം എന്ന നിർദ്ദേശവും നമ്മുടെ നാഷണൽ ഹൈവേ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അനന്തമായ വികസനത്തിന് വാതായനം തുറന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. അതിന്റെ ഭാഗമായി നാം നടപ്പാക്കുന്ന ഇവിടുത്തെ റോഡ്, ആ റോഡിന്റെ നിർമ്മാണം അടുത്ത ഡിസംബറോടുകൂടി ആരംഭിക്കാൻ കഴിയുമെന്ന്, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നാഷണൽ ഹൈവേയുടെ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി അതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആ റിംഗ് റോഡിന്റെ സമീപ പ്രദേശങ്ങളിൽ 3000 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി വരാൻ പോകുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്നതായിരിക്കും. ഇവിടെ ഉപേക്ഷിച്ചുപോയ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മെട്രോ, കൊച്ചി മെട്രോ നല്ല നിലക്ക് നടക്കുകയാണ്, അതിന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ മെട്രോ, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വിവിധ സംസ്ഥാനങ്ങളിൽ നാടുകൾ വരുന്നു, ഭരണാധികാരികൾ വരുന്നു. രാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള അനേകം രാജ്യങ്ങൾ വാട്ടർ മെട്രോയെക്കുറിച്ച് അറിഞ്ഞ് അത് പഠിക്കുന്നതിനും അവരുടെ നാട്ടിൽ നടപ്പാക്കുന്നതിനും വേണ്ടി ഇവിടെ വന്ന് ചർച്ച നടത്തുന്നു. നമ്മുടെ തോന്നക്കല്ലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമായ രീതിയിലേക്ക് ഉയരാനാണ് പോകുന്നത്. അതേപോലെ നമ്മുടെ ഗതാഗത രംഗത്ത് തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അവിടങ്ങളിൽ നമ്മുടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 10,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം ചെലവിടുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കിഫ്ബി വലിയ തോതിൽ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ അന്ന് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്, പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 21 50 അല്ല 62,000 കോടി. ഇപ്പോ
അത് 90,000 കോടി. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്ന നിലനാട്ടിൽ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ 150 പുതിയ പാലങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പാലത്തിന്റെയും അനുഭവം വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടന ചടങ്ങിന് ചെന്നപ്പോൾ നാടാകെ അവിടെ ഒഴുകിയെത്തിയ അവസ്ഥയായിരുന്നു. ഇതുപോലുള്ള അനേകം പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇന്ന് സങ്കല്പങ്ങളല്ല, കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ വിറ്റഴിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ നല്ല രീതിയിൽ ആ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നു, ലാഭകരമാകുന്നു. കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങളെ അടക്കം നാം ഏറ്റെടുത്ത് അത് വിലക്ക് വാങ്ങി അടക്കം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഒരുപാട് വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായി വന്നത്. വലിയ പ്രളയം, മഹാമാരി, അങ്ങനെ പലതും. ഇതിന്റെയെല്ലാം പ്രതിസന്ധികൾ നമ്മെ തകർത്ത് കളയുമായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ സഹായം ലഭിച്ചില്ല എന്നത് നമ്മുടെ ഒരു ദുരനുഭവമാണ്. ഏത് നാടിനും ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ആവശ്യമായ സഹായം ലഭിക്കണം. പക്ഷേ നമുക്ക് നേരെ വിപരീത അനുഭവമാണ് ഉണ്ടായത്. വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത്? നമ്മുടെ നാട് തകർന്നു പോകുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന വിവിധ ഘട്ടങ്ങൾ. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല.